ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് സമർപ്പണം എന്നാണ്. മറ്റുള്ളവർക്കായി സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരു സ്ത്രീയുടെ കഥയാണിത്. മധ്യവേനൽ അവധി തുടങ്ങി. കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തിമിർപ്പിലാണ്. ഇനി 2 മാസം കളിച്ച് രസിക്കാമല്ലോ. സമർപ്പണത്തിലും മറിച്ചായിരുന്നില്ല. മാധവനും കല്യാണിയും ആഘോഷത്തിമിർപ്പിലാണ്. ഇതെല്ലാം കണ്ട് രസിച്ചിരിക്കുകയാണ് മുത്തശ്ശി നീലാംബരി. അപ്പോഴാണ് അവർ ഓർത്തത് നേരം 5:30 കാണും. അവർ കുഞ്ഞുങ്ങളെ വിളിച്ച്, ഇനി കളിച്ചത് മതി, ഇനി നാളെയാകാം, കൈയും കാലും കഴുകി വിളക്ക് തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാറായി. ഇത് കേട്ടതും കുട്ടികൾ ഓടി അവരുടെ അടുത്തെത്തി. അപ്പോഴേക്കും അവരുടെ അച്ഛൻ ഗൗതമും എത്തി. നീലാംബരിക്ക് 2 മക്കളാണ്, ഗൗതമും ഗായത്രിയും. ഗായത്രി വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം അമേരിക്കയിലാണ്. കുട്ടികളായിട്ടില്ല. ഗൗതം നാട്ടിൽ തന്നെ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയറാണ്. ഭാര്യ ചാരുലത സർക്കാർ സ്കൂളിലെ അധ്യാപികയാണ്. മക്കളായ മാധവൻ 3ാം ക്ലാസ്സിലും കല്യാണി 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. വളരെ സന്തോഷകരമായ കുടുംബാന്തരീക്ഷമാണ് അവരുടേത്. ഒരു കൊച്ചു സ്വർഗമെന്ന് തന്നെ പറയാം. ഗായത്രി ദിവസം 3 പ്രാവശ്യമെങ്കിലും നീലാംബരിയെ വിളിച്ച് അന്വേഷിക്കും. അവർക്ക് ഒരു ചെറിയ തുമ്മൽ എന്ന് കേട്ടാൽ പോലും ഗൗതമിനും ഗായത്രിക്കും വിഷമമാണ്. അത്രയ്ക്ക് അവർ ഇരുവരും ഈ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ചാരുലതയാകട്ടെ അമ്മയെന്ന് മുഴുവൻ വിളിക്കാറില്ല. അവർ കഴിഞ്ഞേയുള്ളൂ ആ വീട്ടിൽ മറ്റൊരാൾ. അതിനൊരു കാരണമുണ്ട്. കുട്ടികളൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം നീലാംബരി അവരുടെ അമ്മയല്ലെന്ന്. അമ്മയാകാൻ ഒരു സ്ത്രീ പ്രസവിക്കേണ്ട കാര്യമില്ലെന്ന് നീലാംബരി തെളിയിച്ച ധീരവനിതയാണ് ഇന്നും കന്യകയായ അമ്മ. അതാണ് നമ്മുടെ കഥയിലെ നീലാംബരി. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. നീലാംബരിയുടെ ജനനസമയത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. അമ്മ നഷ്ടപ്പെട്ട നീലാംബരിയെ ഉപേക്ഷിച്ച് അച്ഛൻ ശേഖർ മറ്റൊരു വിവാഹം കഴിച്ച് എവിടെയോ പോയി. പിന്നീട് ഒരറിവും ഇല്ല. പിന്നീട് നീലാംബരിയെ വളർത്തിയതും പഠിപ്പിച്ചതും മുത്തച്ഛനായ ശങ്കരനാരായണനായിരുന്നു. അടുത്ത ഭാഗവുമായി നാളെ കാണാം.